ന്യൂ വീഡിയോ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ കൂടുതൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോ ഉള്ളത് എവിടെയാ? നമ്മളിപ്പം ബെൽജിയം ബ്രസൽസിലാണ്. നമ്മള് ഇന്ന് വന്നതേ ഉള്ളൂ ലക്സംബർഗിൽ നിന്ന്. അങ്ങനെ ഇന്ന് വന്ന് രാത്രി പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒക്കെ കണ്ട് ക്രിസ്മസ് മാർക്കറ്റ് കണ്ട് അവിടുന്ന് ഫുഡൊക്കെ അടിക്കാം എന്നൊക്കെയാണ് വിചാരം. വെതർ ഇതുവരെയായിട്ടും കുഴപ്പമില്ല. ലക്സംബർഗിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബസ്സിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 hours ആയിരുന്നു നമുക്ക് ട്രാവൽ ഉണ്ടായിരുന്നത്. നമ്മൾ എന്തായാലും വന്നു, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു, ഒന്ന് ഫ്രഷ് ആയി. ഇനി നൈറ്റ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നാളെ ഡേയും ഇന്ന് കുറച്ച് നൈറ്റും ഒക്കെ കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോയി നോക്കാം, അല്ലേ? പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഏകദേശം 4-4:30 ആകുമ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങുകയെ. അതുപോലെ രാവിലെ ആണേലോ വെളിച്ചം വരാൻ ഏകദേശം 8-8:30-9 ആവും. ചുരുക്കം പറഞ്ഞാൽ ഡേ ടൈം നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണെന്ന് സാരം. പിന്നെ ഒരു യാത്ര പോകുന്ന സമയത്താണേലോ ഈ ഇരുട്ടും തണുപ്പും ഒന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അത് തന്നെയല്ല, വിൻ്ററിന് വേണ്ട എല്ലാ പ്രിക്വേഷൻസ് കൂടെ കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ പണി കിട്ടില്ലേ? നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ നമ്മുടെ ഹെൽത്തും. ഇവിടെ റോഡിലൊക്കെ നല്ല ഡെക്കറേഷൻ ഉണ്ട്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഡെക്കറേഷനും. അതുകൂടാതെ നമ്മളെടുത്ത ഹോട്ടൽ സിറ്റി ഏരിയയിൽ തന്നെ നമുക്ക് കാണേണ്ട സംഭവങ്ങളും എല്ലാം നിയറായിട്ടാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വ്യൂ എല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് കാണിച്ചു തരാവേ. തണുപ്പും മഞ്ഞും മഴയും എല്ലാത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഡിസംബർ ജനുവരി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സമയമാകുമ്പം സ്ട്രീറ്റും അതേപോലെയുള്ള ബിൽഡിങ്സും എല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാൻ തന്നെ ഒരു സ്പെഷ്യൽ വൈബായിരിക്കും. ക്രിസ്മസിന് ഏകദേശം 1 മാസം മുമ്പ് തന്നെ ഇവിടെയൊക്കെ ക്രിസ്മസിനുള്ള ഡെക്കറേഷൻ തുടങ്ങിക്കഴിയും. ഈ കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കിങ്ങായ ആൽബർട്ട് വണ്ണിൻ്റെ മെമ്മറിക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. ഡേ വ്യൂ നാളെ വന്ന് നമുക്ക് കാണാം. ലക്സംബർഗിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയത് കമ്പയർഡ് ടു ലക്സംബർഗ് കുറച്ചുകൂടെ ലൈവായിട്ടുള്ളൊരു പ്ലേസാണ് ഈ ബെൽജിയത്തിലെ ബ്രസൽസ് എന്നാണേ. എല്ലായിടവും അതുപോലെ ആൾക്കാരും പാട്ടും ബഹളവും കടകളും ഡെക്കറേഷൻസും എല്ലാം ആയിട്ട് ശരിക്കും ഒരു നൈറ്റ് ലൈഫൊക്കെ കാണാനായിട്ട് പറ്റിയൊരു പ്ലേസാണ് ഈ ബ്രസൽസ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, എന്നാൽ പിന്നെ നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് നമുക്ക് സിറ്റിയൊക്കെ കാണാൻ പോകാമെന്നാണ്. എന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല അടിപൊളി നൈറ്റ് മിസ്സായിപ്പോയേനെ. അത്രയ്ക്കും ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തൊരു രാത്രിയായിരുന്നു അത്. നമ്മളിങ്ങനെ സിറ്റിയിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലായിടവും കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ടായിരുന്നേ. പല വെറൈറ്റി ഫുഡ്സും ക്രിസ്മസ് റിലേറ്റഡുള്ള ഐറ്റംസും ഒക്കെ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്സ് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് ചുമ്മാ ഒരു റൗണ്ട് നടന്നിട്ട് വരാം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ലക്ഷൂറിയസ് മോളാണേ. ഇതിനകത്തും ഈ രാത്രിയിലും ഒരു കുംഭകർണിക്കുള്ള ആളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് മാത്രമല്ല, സ്ട്രീറ്റിലും ചുറ്റും എല്ലായിടും തിക്കി തിരക്കി ആളായിരുന്നേ. എന്തായാലും അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നേ. തിരക്കും ഡെക്കറേഷൻസും ആ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും.
നമ്മൾ ശരിക്കും ഈ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെമ്മറബിൾ ലാൻഡ്മാർക്കായ ഗ്രാൻഡ് പ്ലേസിലേക്കാണ്. അതിവിടുത്തെ ഒരു സെൻട്രൽ സ്ക്വയറാണ്. 4 സൈഡും പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു സെൻട്രൽ സ്ക്വയറാണ് ഈ ഗ്രാൻഡ് പ്ലേസ്. അവിടെ രാജാവിൻ്റെ കൊട്ടാരവും മ്യൂസിയവും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ബിൽഡിങ്സ് ഒക്കെയാണ് ഉള്ളത്. നമ്മുടെ സ്ഥലമെത്തി. ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പുൽക്കൂടാണ്. ആ സെൻട്രൽ സ്ക്വയറിൻ്റെ നടുക്കായിട്ടാണ് ഈ പുൽക്കൂടുള്ളത്. പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ അവിടെ ഒരു ലൈറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നേ. അതൊരു കാണേണ്ട എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ചുറ്റും 4 സൈഡും കെട്ടിടങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഈ കെട്ടിടങ്ങളിലെല്ലാം ഇതുപോലെ പല പല ഡിഫറെൻറ്റ് കളേഴ്സ്, അതും മ്യൂസിക്കൊക്കെ ആയിട്ട്, അത് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നേ. അത് എന്തോരം ആൾക്കാരായിരുന്നു ചുറ്റുമെന്നോ ഇത് കാണാനായിട്ട്. ആൾക്കാരെല്ലാം ബഹളമൊക്കെ വെച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒപ്പം മ്യൂസിക്കൂടെ ആയപ്പം അടിപൊളി എന്ന് തന്നെ പറയാം. കുറച്ച് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിലോട്ടാണ്. മറ്റുള്ള സ്ഥലങ്ങളിലെ വെച്ച് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. സാധാരണ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ഏരിയ, അവിടെ കുറേ ഷോപ്സ് ഇങ്ങനെ അടുപ്പിച്ച് അങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ചിന്നിച്ചിതറി അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു ഈ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒരു 2-3 കിലോമീറ്ററൊക്കെ നമ്മൾ നടന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള കുഞ്ഞു ഷോപ്സ് ഉണ്ടാവുകയെ. അത് ശരിക്കും നല്ലതായിരുന്നേ. ഇങ്ങനെ റോഡ് സൈഡിലുള്ള കുഞ്ഞു കടയിൽ നിന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിക്കുമ്പം ശരിക്കും എനിക്ക് നാട്ടിലെ ഒരു തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ച ഫീലാണ് തോന്നാറ്. ഇവിടുത്തെ ഒരു കൊച്ചു തട്ടുകട സെറ്റപ്പൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും എത്ര വലിയ ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാലും ഈ ഒരു ആംബിയൻസും ഫീലും അതൊന്നും വേറെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കാണാനും രസമല്ലേ. നല്ലപോലെ നടന്ന് ടയേർഡായി നല്ലപോലെ വിശന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ഫുഡ് കിട്ടുമ്പോൾ ആ ഒരു ഫീല്, ആഹാ, അതൊരു സ്പെഷ്യൽ ഫീല് തന്നെയാണ്. സാധാരണഗതിയിൽ വീടിൻ്റെ അടുത്തൊന്ന് നടക്കാനും മടിയുള്ള ആളാണ് ഞാൻ. എന്നാൽ ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പം 5-10 കിലോമീറ്ററൊക്കെ പുഷ്പം പോലെയല്ലേ നടക്കുന്നത്. അതാണ് എനർജി. പറഞ്ഞു വന്നത്, എന്തും ആഗ്രഹിച്ച് സന്തോഷത്തോടെ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഈ തുർക്കിഷ് ഷവർമ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റം അല്ല കേട്ടോ, അതുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിന്. ഞാൻ എവിടെ പോയാലും വാങ്ങിക്കഴിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. എനിക്കെന്താ ഇതിനോട് ഇത്ര ഇഷ്ടമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തോ ഒരു ആത്മബന്ധം ഉള്ളതുപോലെ. Hello for India. From Belgium. Yeah, Turkish good friends. We are living in Germany. Yeah, Alman. Where? Stuttgart. Germany, Stuttgart. Stuttgart. Yeah. We came here for visit today. Welcome. കേട്ടില്ലേ? ഹലോ ഫോർ ഇന്ത്യ തുർക്കിഷ് ഗുഡ് ഫ്രണ്ട്സ്. യാ You go there, you see. താങ്ക് യു. Yeah. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എനർജി ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ദൂരവും കൂടി നടക്കാം. ഇനി ഡബിൾ എനർജിയിൽ നമുക്ക് കുറച്ചുകൂടെ നൈറ്റ് ലൈഫ് കാഴ്ചകളൊക്കെ കാണാം. ബെൽജിയത്തിലെ ഒരു മെയിൻ ഐറ്റമാണ് വാഫൽസ്. നമ്മൾ ചുമ്മാതെ ബെൽജിയത്തിലെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ആദ്യം വരുന്നൊരു കാര്യമായിരിക്കും ഈ ബെൽജിയൻ വാഫൽസ്. ഞങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയായിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കഴിച്ച സ്ഥിതിക്ക് എന്തേലും ഒന്ന് ഡെസേർട്ടാക്കിയിട്ട് വാങ്ങിയാലോ എന്ന് കരുതിയപ്പോഴാണ് നമ്മൾ വരുന്ന വഴിക്കൊരു വാഫലിൻ്റെ ഷോപ്പ് കണ്ടത്. എന്നാൽ പിന്നെ അതുകൂടെ ആയേക്കാന്ന് വെച്ച്. ഒരുപാട് തരം വാഫൽസ് ഞങ്ങൾ ഈ ജർമ്മനിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വാഫലിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു ഇതിന്. അപ്പോൾ ബാക്കി ബെൽജിയത്തിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവേ. ബൈ ബൈ.